സമസ്തയിലെ അനുരഞ്ജന ചർച്ചകൾ ഫലം കാണുന്നു. 100ാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ പുതിയ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സമസ്തയിലെ ഇരുവിഭാഗത്തിനും പരിഗണന നൽകുന്നതാണ് പുതിയ കമ്മിറ്റി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പറയൂ സമീർ. എസ്കെന് മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് സമസ്തയിലെ വിഭാഗീയത എന്നുള്ളതാണ്. അതിനിപ്പോൾ പരിഹാരം കാണാൻ വേണ്ടി 9 അംഗ സമവായ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. അവർ നടത്തിയ ചർച്ചകളിൽ ഇപ്പോൾ പരിഹാരം കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് സമസ്തയുടെ 100ാം വാർഷികാഘോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്മിറ്റി നിയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ MC മായിൻ ഹാജി ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹം ലീഗ് പക്ഷക്കാരനാണ്. കെ മോയിൻകുട്ടി മാസ്റ്ററൊപ്പം തന്നെ സമദ് പൂക്കോട്ടൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ്, നാസിർ ഫൈസി കൊടുത്തയടക്കമുള്ള 7 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയൊരു കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന വിമർശനം എന്നുള്ളത് ഈ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റികളിലൊക്കെ തന്നെ ലീഗ് അനുകൂല പക്ഷത്തിന് മേധാവിത്വമില്ല, അല്ലെങ്കിൽ അവർക്ക് അർഹമായ പരിഗണന ഇല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പുതിയ കമ്മിറ്റിയിൽ എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള കമ്മിറ്റികളൊക്കെ തന്നെ നിലവിലെ കമ്മിറ്റികൾ കീഴിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളതാണ്. നാളെ ഈ കമ്മിറ്റിയുടെ യോഗം നാളെ രാവിലെ 10 മണിക്ക് സമസ്തയിലെ ചേളാരിയിലെ ഓഫീസിൽ വെച്ച് ചേരുകയും ചെയ്യും. ഏതായാലും ഈ സമസ്തയുടെ 100ാം വാർഷികത്തിന് മുൻപും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുമായി ഈ സമസ്തയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് മുസ്ലിം ലീഗും സമസ്തയും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.